വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഈ പ്രദേശത്ത് നബിദിനത്തോട് ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട, ഇവിടെ 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ വാർഷികവും പാവങ്ങളെ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ ആശുപത്രിയിലേക്ക് വീൽചെയർ, ശരീര വൈകല്യമുള്ളവർക്ക് വീൽചെയർ, നാട്ടിലെ പാവപ്പെട്ട സഹോദരിമാർക്ക് ഉപയോഗപ്പെടുന്നതിന് തയ്യൽ മെഷീൻ, മറ്റ് ചികിത്സാ സഹായം, ഇതെല്ലാം നൽകിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ സമ്മേളനം, അതിനോടൊപ്പം സംഘടിപ്പിക്കപ്പെട്ട മാനവ സൗഹൃദ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കരുതിയിരുന്നത്, നേരത്തെ നോട്ടീസ് കിട്ടിയിരുന്നെങ്കിലും ശ്രദ്ധാപൂർവം ഞാൻ വായിക്കാതിരുന്നതുകൊണ്ട് മതപ്രസംഗ പരിപാടിയായിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഈ പരിപാടിയുടെ വിവിധ തരത്തിലുള്ള മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയും ഇവിടെ ബഹുമാന്യരായ സ്വാമിജിയും അതുപോലെ ഫാദറും ഒക്കെ പങ്കെടുത്ത് വളരെ അർത്ഥവത്തായ നിലയിൽ സംഘടിപ്പിക്കപ്പെട്ട മറ്റൊരു സമ്മേളനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും നമ്മുടെ ഈ മഹത്തായ സദസ്സ് ഈ മാസവും ഈ ദിവസവും ഒക്കെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് ഒരു മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമായതുകൊണ്ടും പ്രവാചകന്റെ ജന്മദിനം, നബിദിനം നാടെന്നും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടുമാണ് ഈ സന്ദർഭം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത്. സംഘടിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ അത് പ്രവാചകൻ എന്തായിരുന്നോ, പ്രവാചകൻ എന്ത് ഇഷ്ടപ്പെട്ടു, പ്രവാചകൻ എന്ത് സ്നേഹിച്ചു, പ്രവാചകൻ എന്ത് ആഗ്രഹിച്ചു, അത് ചെയ്തുകൊണ്ടാണ് പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുന്നത്. നാം ഇന്ന് കാണുന്നത് നബിദിനം വിവിധ രീതിയിൽ കൊണ്ടാടുന്നത് കാണുന്നുണ്ട്. ചിലർക്ക് ഒരുപാട് തോരണങ്ങൾ കെട്ടി സന്തോഷത്തോടെ, മറ്റു ചിലർ ദീപാലങ്കാരങ്ങളോടെ, മറ്റു ചിലർ വലിയ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട്, മറ്റു ചിലർ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിൽ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുന്നത്. അതൊക്കെ സന്തോഷകരമായ കാര്യമാണ്, അതൊന്നും തെറ്റല്ല. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ഈ ദീപാലങ്കാരങ്ങളുടെ വർണ്ണപ്പകിട്ടിൽ നിന്ന് പ്രവാചകനെ നാം ഇറക്കി കൊണ്ടുവരണം. ഈ മരങ്ങളിൽ കെട്ടിയിരിക്കുന്ന തോരണങ്ങളുടെ പ്രഭയിൽ നിന്ന്, അതിന്റെ വർണ്ണപ്പകിട്ടിൽ നിന്ന് നാം പ്രവാചകനെ ഇറക്കി കൊണ്ടുവരണം. ഈ വലിയ ആൾക്കൂട്ടങ്ങൾ സംഘടിക്കുന്ന, ദിഗന്ധങ്ങൾ ഭേദിക്കുമാറുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള റാലിയിൽ നിന്നും പ്രവാചകനെ നാം ഇറക്കിക്കൊണ്ടുവരണം. 10,000 പങ്കെടുക്കുന്ന നബിദിന സമ്മേളനങ്ങളിൽ നിന്നും പ്രവാചകനെ നാം ഇറക്കിക്കൊണ്ടുവരണം. എന്നിട്ട് പ്രവാചകനെ നാം ഓരോരുത്തരുടെയും വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ പ്രവാചകനെ നാം സ്ഥാപിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേക്ക് കയറ്റണം. പ്രവാചകൻ എന്തായിരുന്നു, പ്രവാചകന്റെ ജ്യോതിസ് എന്തായിരുന്നു, പ്രവാചകന്റെ പ്രഭ എന്തായിരുന്നു, പ്രവാചകന്റെ ചൈതന്യം എന്തായിരുന്നു, പ്രവാചകന്റെ ആത്മാവ് എന്തായിരുന്നു, പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു, അവിടുത്തെ ചലനം എന്തായിരുന്നു, ഇതെല്ലാം നാം നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാമാർട്ടിൻ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, പ്രവാചകൻ, പ്രബോധകൻ, സ്ത്രീ വിമോചകൻ, 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും സംസ്ഥാപകൻ എന്ന് പറഞ്ഞിട്ട് ലാമാർട്ടിൻ ചോദിച്ചു, മനുഷ്യ മഹത്വത്തിന്റെ എല്ലാ അളവുകോലും വെച്ച് പരിശോധിച്ചു നോക്കിയാൽ നാം അറിയാതെ ചോദിച്ചു പോകും, ഈസ് there any man greater than he?
മുഹമ്മദിനേക്കാൾ മഹാനായ ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ വേറെയുണ്ടോ? ലാമാത്തിൽ പറയുന്നു, നോ നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹി. മുഹമ്മദിനേക്കാൾ മഹാനായ ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. ബെർണാഡ് ഷാ. ആരാ ബെർണാഡ് ഷാ? ഒരിക്കൽ ഒരു പുസ്തകം എഴുതിയിട്ട് രണ്ടാമത് എഴുതിയ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നു, എന്റെ കഴിഞ്ഞ പുസ്തകം ഞാൻ എഴുതുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല സുഖമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. അതുകൊണ്ട് ആ പുസ്തകം ഷേക്സ്പിയറിന്റെ കൃതികളെ പോലെ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഷേക്സ്പിയർ ഇംഗ്ലീഷ് സാഹിത്യത്തിന് അതിർവരമ്പുകളിട്ട വ്യക്തിയാണ് ഷേക്സ്പിയർ. ആ ഷേക്സ്പിയറിനെ പറ്റി ബെർണാഡ് ഷായ്ക്കുള്ള മതിപ്പത്രയാ. തനിക്ക് രോഗം ഉണ്ടാകുമ്പോൾ മാനസികമായി സ്വസ്ഥതയില്ലാത്ത സമയത്ത് താൻ എഴുതുന്നതും ഷേക്സ്പിയർ എഴുതുന്നതും ഒരുപോലെയാണ് എന്ന് വിലയിരുത്തിയ ആളാണ് ബെർണാഡ് ഷാ. അതുകൊണ്ട് തന്നെ ബെർണാഡ് ഷാ മോശക്കാരനാണെന്ന് ആരും എവിടെയും പറയില്ല. ചരിത്രം അറിയുന്നവർ, വായിക്കാൻ അറിയുന്നവർ, പഠിക്കുന്നവർ, പഠിച്ചവർ ബെർണാഡ് ഷായെ പറ്റി ഒരിടത്തും മോശക്കാരനായി പറയില്ല. ആ മഹാനായ വ്യക്തി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ച് പ്രവാചകനെ പറ്റി എഴുതി അവസാനം എഴുതുന്നു, I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving the problems in a way that would bring in the much needed peace and happiness. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞിട്ട്, ഞാൻ വിശ്വസിക്കുന്നു മുഹമ്മദിനെ പോലൊരു മനുഷ്യൻ ഈ ആധുനിക ലോകത്തിന്റെ മൊത്തം ഭരണസാരഥ്യം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുമായിരുന്നു. പ്രവാചകനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ ആധുനിക ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും മനുഷ്യനെ കൊന്നൊടുക്കുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന ആധുനിക ലോകം, രണ്ടാം ലോക മഹായുദ്ധത്തിനും സെപ്റ്റംബർ 11 ഇടയിൽ 2001 സെപ്റ്റംബർ 11 ഇടയിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉപദ്രവിക്കുകയും 100-ലധികം രാഷ്ട്രങ്ങളിൽ അകാരണമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത അമേരിക്കയ്ക്ക് ഒരു ചെറിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടിയപ്പോൾ ആരാണെന്ന് ഇപ്പോഴും പ്രതികൾ ആരാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം എന്ന ഒരു കാര്യം നടന്നപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ആ പ്രശ്നവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇറാഖിലും അഫ്ഗാനിലും കടന്നു കയറി 15 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയ അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി വാണരുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിലെ ആ രാഷ്ട്രങ്ങളിലുള്ള പലരുടെയും പേരിൽ കള്ള പാസ്പോർട്ട് എടുത്ത് ആ കള്ള പാസ്പോർട്ടുമായിട്ട് കൊലയാളികളെ അയച്ച് ദുബൈയിലെ ഹോട്ടലിൽ പോയി ചെന്നിറങ്ങിയ ഹമാസിന്റെ നേതാവിനെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കത്തക്കവണ്ണം ആ രാഷ്ട്രങ്ങളുടെ പേരിലുള്ള പാസ്പോർട്ടുകൾ സ്വന്തമായി രൂപപ്പെടുത്തി ആ പാസ്പോർട്ടുകൾ കൊണ്ട് കൊലയാളികളെ വിട്ട് ഹമാസ് നേതാവ് മഹ്മൂദിനെ കൊല്ലിപ്പിക്കുന്ന വർദ്ധിപ്പിച്ച ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിരുന്ന ഇറാഖിൽ കടന്നു കയറി ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി ആയിരക്കണക്കിന് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ആതുരാലയങ്ങളും തകർത്ത് തരിപ്പണമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു, ജയിലിലേക്ക് തല്ലിച്ചതച്ചു. അവസാനം ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ സന്തോഷിക്കുന്ന ദിവസമായ ബലിപെരുന്നാളിന്റെ പ്രഭാതത്തിൽ ആ മനുഷ്യൻ സദ്ദാം ഹുസൈൻ എന്ന ഈ നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളിൽ ഒരാളെ കൊണ്ടുപോയി അദ്ദേഹത്തെ ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ തൂക്കിക്കൊന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ കാരണം പറഞ്ഞത് ഇറാഖിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ ചെയ്തതിനു ശേഷം ഞങ്ങളെ